നമസ്കാരം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിന്റെ 25ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഡെറിവേറ്റീവ്സ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. സെക്കൻഡ് ചാപ്റ്ററിലാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിനെ പറ്റി പഠിച്ചത്. അവിടെ അതിന്റെ ഡൊമൈന്, പ്രിൻസിപ്പൽ വാല്യൂ, റേഞ്ച്, ഗ്രാഫ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ്, പ്രോബ്ലംസ് ഒക്കെ വന്നതാണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഫസ്റ്റ് ഇയറിൽ തന്നെ വന്നിട്ടുണ്ട്. അവരുടെ ഡെറിവേറ്റീവ്സും +1 വന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻസ് നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിച്ചതുകൊണ്ട് ഇനി ഇതിന്റെ ഡെറിവേറ്റീവ്സ് പഠിക്കാൻ പോകാം. 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണുള്ളത് നിങ്ങൾക്ക് അറിയാം. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്, കൊസീക് ഇൻവേഴ്സ് എക്സ്, സീക് ഇൻവേഴ്സ് എക്സ്. y = sin inverse x ന്റെ ഡൊമെയിൻ ക്ലോസ്ഡ് ഇന്റർവൽ -1 1, റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 to π/2, അഥവാ പ്രിൻസിപ്പൽ റേഞ്ച് -π/2 to π/2 ക്ലോസ്ഡ് ഇന്റർവൽ. സെക്കൻഡ് വൺ y = cos inverse x, ഡൊമെയിൻ ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1, അതിന്റെ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 0 to π. തേർഡ് വൺ y = tan inverse x, ഡൊമെയിൻ r, റേഞ്ച് ഓപ്പൺ ഇന്റർവൽ -π/2 to π/2. നാലാമത്തെ y = cot inverse x, എന്റെ ഡൊമെയിൻ r, റേഞ്ച് ഓപ്പൺ ഇന്റർവൽ 0 to π. അടുത്ത y = cosec inverse x, എന്റെ ഡൊമെയിൻ r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 1, റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 -set 0. ലാസ്റ്റ് വൺ y = sec inverse x, ഡൊമെയിൻ r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 1, അതിന്റെ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 0 π -set π/2. അവരുടെ ഗ്രാഫ് കണ്ടതാണ്, ഡീറ്റെയിൽസ് ഒക്കെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. നമ്മൾ ഇനി അവരുടെ ഡെറിവേറ്റീവ്സിലേക്കാണ് വരുന്നത്. സോ ഡെറിവേറ്റീവ്സ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് ഹെഡിങ്. ഒന്നാമത്തത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഒരു ഫോർമുല ഉണ്ടാക്കി ആ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. സോ ശ്രദ്ധിക്കുക, ഞാൻ y എന്ന് പേരിട്ടു. ആരെ? സൈൻ ഇൻവേഴ്സ് എക്സിനെ y എന്ന് പേരിട്ടു. y = sin inverse x. ദെൻ നമ്മൾ ഇൻവേഴ്സ് ഒഴിവാക്കി പറയാണ്. y = sin inverse x ആണെങ്കിൽ x = sin y. ട്രിഗണോമെട്രിയിലേക്ക് കൊണ്ടുപോയി, ഇൻവേഴ്സിനെ മാറ്റി ട്രിഗണോമെട്രിയിലേക്ക് കൊണ്ടുപോയി. നമുക്ക് വേണ്ടത് dy/dx ആണ് വേണ്ടത് കേട്ടോ. dy/dx നെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ x. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. dx/dx equal to d/dx of sin y. ക്ലിയർ അല്ലേ? x കൊണ്ട് രണ്ട് ഭാഗത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യും. dx/dx x നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1. ഹലോ, ഇവിടെ പറയും d/dx of sin y. sin y നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ sin y ആദ്യം y കൊണ്ട് ചെയ്യും, cos y, into y നെ x കൊണ്ട് ചെയ്യുമ്പോൾ dy/dx. അപ്പൊ 1 = cos y into dy/dx. നമുക്ക് എന്താ വേണ്ടത്? dy/dx. Therefore dy/dx നെ പറ്റി പറയുമ്പോൾ dy/dx = 1 ഈ cos y ഇങ്ങോട്ട് വരുമ്പോൾ 1 cos y. നമ്മുടെ ഇനി സൈൻ ഇൻവേഴ്സ് എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എക്സിന്റെ ഫംഗ്ഷൻ ആവണം. ഇപ്പൊ നമ്മൾ വൈന് പേരിട്ട് ആ വൈന്റെ ടേംസിലാക്കി നിൽക്കുന്നത് 1 cos y. നമുക്ക് തിരിച്ച് എക്സിലേക്ക് തന്നെ പോകണം. അതിനൊന്നും ഇങ്ങനെ വിളി നോക്ക്. ആരാ? എക്സ് സൈൻ വൈ ആ. ഇപ്പൊ എന്താ കിട്ടിയത്? കോസ് വൈ ആ. അപ്പൊ ഈ കോസ് വൈനെ നമ്മൾ സൈൻ വൈന്റെ ടേംസിലേക്ക് എഴുതാം. സൈൻ വൈന്റെ ടേംസിലേക്ക് എഴുതിയാൽ ആ സൈൻ വൈ എക്സ് ആ എക്സിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഈ കോസ് വൈനെ എങ്ങനെയാ സൈൻ വൈന്റെ ടേംസിലേക്ക് എഴുതുക? നിങ്ങൾക്കറിയാം, cos square theta = 1 - sin square theta. അപ്പൊ cos theta = √1 - sin square theta. അപ്പൊ cos y = √1 - sin square y. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ റൂട്ട് ഓഫ് എന്ന് പറയുമ്പോ പോസിറ്റീവ് റൂട്ട് എടുക്കണോ നെഗറ്റീവ് റൂട്ട് എടുക്കണോ? കോസ് വൈക്ക് വേണ്ടിയാണ് റൂട്ട് എടുക്കണേ. കോസിന്റെ റേഞ്ച് ട്രിഗണോമെട്രിയിൽ -1 മുതൽ 1 വരെ റേഞ്ച് ഉള്ള ആളാ കോസ്.
അപ്പൊ കോസിന്റെ വില പോസിറ്റീവ് നെഗറ്റീവ് വരാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ കോസ് വൈ പോസിറ്റീവ് വരുമോ നെഗറ്റീവ് വരുമോ അത് രണ്ടും വരാൻ ചാൻസ് ഉണ്ടോ എന്നൊന്നും നമ്മൾ ആലോചിച്ചിട്ട് ഒന്ന് ഉറപ്പിക്കണം ഏത് റൂട്ടാണെന്നുള്ളത്. നമുക്ക് സൗകര്യമുള്ള റൂട്ട് എടുക്കാൻ പറ്റില്ല അവിടെ. അപ്പൊ കോസ് വൈനെ പറ്റി സംസാരിക്കണമെങ്കിൽ വൈ ആരാന്നറിയണം. വൈ ആരാ കേട്ടോ? സൈൻ ഇൻവേഴ്സ് എക്സ്. മൂപ്പര റേഞ്ച് എന്താ? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 to π/2 ആ. അപ്പൊ ഈ വൈന്റെ സ്ഥലം -π/2 മുതല് π/2 വരെയാണ് നമ്മുടെ വൈ വരിക. ഈ ഇന്റർവെല്ലിലുള്ള വൈന്റെ കോസ്, ഈ ഇന്റർവെല്ലില് കോസിന്റെ ഗ്രാഫ് നിങ്ങൾ +1 കണ്ടതാണ്. -π/2 to π/2 കോസിന്റെ ഗ്രാഫ് ഇങ്ങനെ വരിക. -π/2 0 ആണ്, π/2 0 ആണ്. പിന്നുള്ള ഗ്രാഫ് കംപ്ലീറ്റ് എക്സ് ആക്സിന്റെ മുകളിലാണ് വരിക. ചുരുക്കി പറഞ്ഞാൽ -π/2 to π/2 ഇന്റർവെല്ലില് കോസ് വൈ നെഗറ്റീവ് വരൂല. ഇനി വേറെ വൈക്ക് ആലോചിച്ചാൽ -π/2 to π/2 നമ്മൾ ക്വാഡ്രന്റ് കണക്കിൽ ആലോചിക്കുകയാണെങ്കിൽ, ട്രിഗണോമെട്രിയിലെ ക്വാഡ്രന്റ് വൈക്ക് ആലോചിക്കുകയാണെങ്കിൽ -π/2 to 0 ഇവിടെയാണ്, 0 to π/2 ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലും ഫോർത്തിലും വരിക. ഫസ്റ്റിലും ഫോർത്തിലും കോസ് പോസിറ്റീവ് ആണല്ലേ പഠിച്ചേ. അപ്പൊ എന്താണ്? -π/2 to π/2 നമ്മുടെ വൈ. അതുകൊണ്ട് നമ്മുടെ വൈന്റെ കോസ് നെഗറ്റീവ് വരൂല. അപ്പൊ ഇവിടെ എടുക്കേണ്ട റൂട്ട് ഏതാണ്? എഴുതുന്നില്ലെങ്കിലും ഞാനിപ്പോ നിങ്ങൾ ക്ലിയർ ആവാൻ വേണ്ടി ഏരിയയാണ്, പോസിറ്റീവ് റൂട്ട് മാത്രമേ എടുക്കാവൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടത് എന്തിനാ? എക്സിലേക്ക് എത്താൻ വേണ്ടിട്ടല്ലേ. എക്സിലേക്ക് എത്തിയോ? ഇവിടെ എപ്പോഴും വൈ അല്ലേ നിൽക്കണേ. അയാളെ തിരിച്ചു വിളിക്കേ. ആരാ? സൈൻ വൈ ആരാ? എക്സാ. അപ്പൊ സൈൻ സ്ക്വയർ വൈ ആരാ? എക്സ് സ്ക്വയർ ആ. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആസ് എ ഫോർമുല വി ഹാവ് ടു ബൈ ഹാർട്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് d/dx അഥവാ d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/√1 - x² ആണ്. എന്തായിരുന്നു മക്കളെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ? ഇറ്റ് വാസ് ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1. അതിൽ 1 ഉണ്ട്, -1 ഉണ്ട്, അതിന്റെ അടുത്തുള്ള എല്ലാ നമ്പറും ഉണ്ട്. അതിന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ആയിട്ട് വന്നത് 1/√1 - x². ഈ ആൻസർ ഈ ഇന്റർവെല്ലിലെ എല്ലാ നമ്പറിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ ഏതെങ്കിലും നമ്പറിൽ പ്രശ്നമുണ്ടോ? -1 മുതൽ 1 വരെയുള്ള എല്ലാ നമ്പറും എക്സിന് കൊടുക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കണേ. എന്താ? രണ്ട് നമ്പർ പറ്റൂല. 1 പറ്റൂല, -1 പറ്റൂല. 1 ഇടുമ്പോഴും -1 ഇടുമ്പോഴും ഇവിടെ 0 ആവും. 1 - 1 0 ആവും. 1/0 നോട്ടിഫൈൻഡ് ആവും. അപ്പൊ ഇവിടെ ഈ ഫോർമുല ബൈഹാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. x belongs to open interval -1 1. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ ക്ലോസ്ഡ് -1 1 ആണെങ്കിലും അതിന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷന്റെ ഡൊമൈന് ഓപ്പൺ ഇന്റർവൽ -1 1 ആണ്. അഥവാ -1ലും 1ലും സൈൻ ഇൻവേഴ്സ് ഡിഫറൻഷ്യബിൾ അല്ല. -1ലും 1ലും സൈൻ ഇൻവേഴ്സിന്റെ ഗ്രാഫ് ഇങ്ങനെ അറ്റം നിൽക്കുകയാണ്. ആ അറ്റത്ത് നമുക്ക് യുണീക്ക് ടാൻജന്റ് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ 1ലും -1ലും സൈൻ ഇൻവേഴ്സ് ഡിഫറൻഷ്യബിൾ അല്ല. അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ നമ്പറിലും ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സ് ഡിഫറൻഷ്യബിൾ ആയ സെറ്റ് ചോദിച്ചാൽ ഓപ്പൺ ഇന്റർവൽ -1 1. അപ്പൊ ഒന്നാമത്തതായി d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ബൈ ഹാർട്ട് ചെയ്യാം 1/√1 - x². ഓക്കെ, വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് വൺ. രണ്ടാമത്തത് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ cos inverse x with respect to x. അപ്പൊ let y is equal to cos inverse x. നമുക്ക് വേണ്ടത് dy/dx. y equal to cos inverse x ആണെങ്കിൽ then x equal to cos y. Differentiating with respect to x, dx/dx equal to d/dx of cos y. That is 1 equal to പറയൂ d/dx of cos y. cos y നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ cos y നെ ആദ്യം y കൊണ്ട് ചെയ്യാം. അത് -sin y into y നെ x കൊണ്ട് ചെയ്യുമ്പോൾ dy/dx. Therefore dy/dx equal to ഇതിനെ ഡിവൈഡ് ചെയ്താൽ dy/dx equal to 1/-sin y. ആ മൈനസ് മുകളിൽ കിട്ടാനും മതി. -1/sin y. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ cos inverse x നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ ആൻസർ ആയിട്ട് കിട്ടുന്ന ഫംഗ്ഷൻ എക്സിലേക്ക് തന്നെ കൊണ്ടുവരാം. ഇപ്പൊ നമുക്ക് നമ്മൾ ഇട്ട പേര് y, ആ y യിലാണ് ആൻസർ വന്നത്.
ഇതിനെ നമ്മൾ തിരിച്ച് എക്സിലേക്ക് കൊണ്ടുപോവാൻ എക്സ് ആരാ, എക്സ് ഇക്വൽ ടു കോസ് വൈ ആ. അപ്പൊ ഇവിടെ വന്നതാരാ, സൈൻ വൈ ആ. അപ്പൊ സൈൻ വൈ നമുക്ക് കോസ് വൈയിലേക്ക് മാറ്റാൻ ഫോർമുല ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സൈൻ സ്ക്വയർ തീറ്റ പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പൊ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പൊ ഈ സൈൻ വൈക്ക് പകരം റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ വൈ. ഇവിടെ ഒരു സംശയം ഉണ്ടോ, ഏത് റൂട്ട് എടുക്കേണ്ടത്? ആർക്ക് വേണ്ടിയാ റൂട്ട് എടുക്കുന്നത്? സൈൻ വൈക്ക് വേണ്ടിയാ. സൈൻ വൈന്റെ ചിഹ്നം സൈൻ തീറ്റ ട്രിഗണോമെട്രിയിൽ -1 മുതൽ 1 വരെ റേഞ്ചിലുള്ള ഒരു ഫംഗ്ഷനാണ്. അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ സൈൻ വൈ പോസിറ്റീവ് വരുമോ നെഗറ്റീവ് വരുമോ അതോ രണ്ടും വരുമോ എന്ന് ആലോചിക്കാൻ വൈ ആരാന്ന് അന്വേഷിക്ക്. വൈ ആരാ, കോസ് ഇൻവേഴ്സ് എക്സ് ആ. കോസ് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്താ? ക്ലോസ്ഡ് ഇന്റർവൽ 0 to π ആ. അപ്പൊ നമ്മുടെ വൈ നിൽക്കുന്ന സ്ഥലം 0 തുടങ്ങിയിട്ട് π വരെയാ. എന്തുകൊണ്ടാ? y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണ്, അതിന്റെ റേഞ്ച് ഇതാണ്. ഇത് 0 to π ആണ്. 0 to π ക്വാഡ്രന്റ് കണക്കിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും വരും അല്ലേ? ട്രിഗണോമെട്രിയില് ഫസ്റ്റിലും സെക്കൻഡും സൈൻ എന്താ, സൈൻ എന്താ, സൈൻ തീറ്റ പോസിറ്റീവാ. അപ്പൊ ഈ സൈൻ വൈ നെഗറ്റീവ് വരൂല. അപ്പൊ ഈ റൂട്ട് നിർബന്ധമായിട്ട് പോസിറ്റീവ് റൂട്ടാണ്. അപ്പൊ ടോട്ടൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും, മറ്റു പോസിറ്റീവേ വരുള്ളൂ താഴെ. അപ്പൊ ഇത് -1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എന്താ, കോസ് വൈ. കോസ് വൈ എക്സ് ആ, ഇവിടെ എക്സ് സ്ക്വയർ ഇട്ടാൽ മതി. ഇതും എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ -1 -1ലും 1ലും ഈ സാധനം കാണാൻ പറ്റൂല, കാരണം ഇവിടെ 0 ആയി പോകും. സോ സെക്കൻഡ് ഫോർമുല d by dx of second inverse trigonometric function cos inverse x equal to -1 divided by root of 1 minus x square. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന് കിട്ടിയ ആൻസറിന്റെ നേരെ നെഗറ്റീവ് ആൻസർ ആണ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ്. ഓർക്കാൻ എളുപ്പമാണ്. ഇത് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ -1 ആണ്. അപ്പൊ കോസ് ഇൻവേഴ്സ് എക്സ് അതിന്റെ ഡൊമൈനിൽ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിച്ചാൽ കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈനിൽ 2 നമ്പർ ഒഴിവാക്കി ബാക്കിയുള്ളടത്തൊക്കെ ഡിഫറൻഷ്യബിൾ ആണ്. 2 നമ്പർ 1ഉം -1ഉം ആണ്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണമായി. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/√1 minus x square, cos inverse x ന്റെ -1/√1 minus x. Now we are going to the third one, derivative of third inverse trigonometric function. ഏതായിരുന്നുടാ? Yes, tan inverse x with respect to x. Let y equal to tan inverse x. Then ഉടനെ നമ്മൾ ഇൻവേഴ്സ് ഒഴിവാക്കാൻ വേണ്ടി tan ഇങ്ങോട്ട് എടുത്താൽ x equal to tan y. Differentiating with respect to x, dx by dx equal to d by dx of tan y. പറയൂ, d by dx of tan y. dx by dx 1 കേട്ടോ. 1 equal to tan y നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ tan y നെ ആദ്യം y കൊണ്ട് ചെയ്യുമ്പോൾ sec square y into y നെ x കൊണ്ട് ചെയ്താലേ കംപ്ലീറ്റ് ആവുള്ളൂ. ക്ലിയർ അല്ലേ? Therefore dy by dx എന്താണ്? dy by dx 1 divided by ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 by sec square y. നമുക്ക് ഈ ആൻസറിനെ x ലേക്ക് എത്തിക്കണം. അയ്യ നമ്മുടെ കയ്യിലുള്ള x ആരാണ്? നോക്ക്, എന്താ x? tan y ആ. ഇവിടെ ഇപ്പൊ എന്താ വന്നത്? sec square y ആ. ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, sec square theta equal to ഫസ്റ്റ് ഇയർ ട്രിഗണോമെട്രി പഠിച്ചതാണ് 1 പ്ലസ്. അപ്പൊ sec square y is equal to 1 plus tan square y. ആരാ tan y? tan y x ആ. അപ്പൊ ആ tan y ക്ക് വരെ അവിടെ x എഴുതിയാൽ 1 by 1 plus x square. റൂട്ട് ഒന്നുമില്ല ഇവിടെ. tan inverse x ന്റെ ഡെറിവേറ്റീവിന് റൂട്ട് ഒന്നുമില്ല. As a formula we have to by heart d by dx of tan inverse x equal to 1 by 1 plus x square. എന്തായിരുന്നു tan inverse x ന്റെ ഡൊമൈൻ? tan inverse x ന്റെ ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. പോസിറ്റീവ്, നെഗറ്റീവ്, 0 ഒക്കെ. ഈ കിട്ടിയ ഡെറിവേറ്റീവ് 1 by 1 plus x square നോട്ട് ഡിഫൈൻഡ് ആവുന്ന വല്ല റിയൽ നമ്പർ ഉണ്ടോ? റൂട്ട് ഒന്നുമില്ല. ഇത് 1 plus x square ആണ്. ഈ എക്സിന് ഏത് റിയൽ നമ്പർ ഇട്ടാലും ഈ എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ tan inverse x അതിന്റെ ഡൊമൈൻ ആയ R മൊത്തം ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ ഇത് കാണാൻ പറ്റിയ x ഏതാന്ന് വെച്ചാൽ ഇതിന്റെ x ബിലോങ്സ് ടു
6 ആണ്. Tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. X belongs to set of all real numbers. ഏത് റിയൽ നമ്പറിലും tan inverse x ന്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നാലാമത്തേലേക്ക് പോകാം. ഇമ്പോർട്ടന്റ് ഫോർമുല കേട്ടോ. ഇതൊക്കെ ഞാൻ ബോക്സിലാക്കുന്ന നിങ്ങൾ നോട്ടിൽ ബോക്സിൽ വരച്ചിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അടുത്തത് cot inverse x ചർച്ച ചെയ്യാം. Derivative of cot inverse x. Let y equal to cot inverse x. Then x equal to cot y. Differentiating with respect to x, dx by dx equal to d by dx of cot y. Right? That is 1 is equal to dx by dx 1 ആണ്. 1 is equal to cot y നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആദ്യം cot y നെ y കൊണ്ട് ചെയ്യുമ്പോൾ കോട്ടിന്റെ ഡെറിവേറ്റീവ് minus cos square y into dy by dx. Therefore, then the dy by dx എഴുതുമ്പോൾ dy by dx equal to 1 by ഇതിങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് cos square y. ഈ മൈനസ് മേലെ കിട്ടാൽ -1 ഡിവൈഡഡ് ബൈ cos square y. ഇനി നമുക്ക് അതിനെ x ലേക്ക് കൊണ്ടുപോകാം. അതിന് x ആരാ നമുക്ക് കുറച്ച് മുകളിലേക്ക് നോക്കുന്നത്. അവിടെ നമ്മൾ തുടങ്ങിയപ്പോ x equal to cot y ആണ്. ഇവിടെ എന്താ വന്നേ cos square y ആണ്. cos square തീറ്റയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി പ്രകാരം 1 plus cot square തീറ്റയാണ്. അപ്പൊ cos square y നെ 1 plus cot square y. cot y ആരാ? cot y x ആണ്. അപ്പൊ അത് -1 ഡിവൈഡഡ് ബൈ അപ്പൊ എന്താ മാറ്റം ഉണ്ടായത്? cot inverse x ന്റെ ഡെറിവേറ്റീവ് വന്നപ്പോ tan inverse x ന് കിട്ടിയിരുന്നത് 1 by 1 plus x square. അതിന്റെ നേരെ ഒരു നെഗറ്റീവ് കൊടുത്താൽ മതി. അപ്പൊ tan inverse x ന്റെ ഡെറിവേറ്റീവിന്റെ നെഗറ്റീവ് ആണ് cot inverse x. അതിന് വേറെ കാരണം ഉണ്ട്. tan inverse x ഉം cot inverse x കൂടി ആഡ് ചെയ്താൽ π/2 കോൺസ്റ്റന്റ് ആ. അതിന് കൊണ്ടുവന്നാലും ഇതിനെ കിട്ടുക. അപ്പൊ d by dx ഓഫ് cot inverse x equal to -1 by 1 plus x square. X belongs to any real number. X belongs to set of all real numbers. Okay? But tan inverse x ന് ഈ മൈനസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും. ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. cot inverse x ന്റെ ഡെറിവേറ്റീവ് 4 എണ്ണമായി. ഇനി അഞ്ചാമത്തത് cosec inverse x. Derivative of the function, fifth inverse trigonometric function, cosec inverse x. Let y is equal to cosec inverse x. അപ്പൊ x equal to cosec y. Differentiating with respect to x, dx by dx equal to d by dx of cosec y. നമുക്ക് മൈനസ് ഇല്ലാത്തത് കുഴപ്പമില്ല, ചെയ്യാം. ഇത് ചെയ്യാം. എന്താ cosec y നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആറാമത്തായിട്ട് ചെയ്യാം കേട്ടോ. cosec y നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് cosec y into cot y into dy by dx. cosecന്റേത് മൈനസ് cosec into cot. പിന്നെ എന്തിനാ പറയുക dy by dx എന്ത് ചെയ്ത്? because the differentiation is with respect to x. Therefore, ഇതിന്ന് dy by dx equal to 1 divided by ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് cosec y into cot y. ആ മൈനസ് നമുക്ക് മുകളിലേക്ക് ഇടാം. equal to -1 divided by താഴെ cosec y into cot y. ഇനി നമുക്ക് ഇതിനെ തിരിച്ച് എക്സിലേക്ക് കൊണ്ടുപോകും. അതിന് എക്സ് ആരാ? cosec y. അപ്പൊ ഈ cosec y നിങ്ങൾ കേടാക്കണ്ട. ഈ cot y നെ നമ്മൾ മാറ്റാൻ പോവാ. അതിനൊരു ഐഡന്റിറ്റി ഉള്ളത് cot square theta is equal to cosec square theta minus 1 ആണ്. അപ്പൊ cot theta ന്റെ റൂട്ട് ഓഫ് cosec square theta minus 1. അപ്പൊ ഈ cot y നെ cosec y ഇവിടെ നിൽക്കട്ടെ, cosec y. ഈ cot y നെ റൂട്ട് ഓഫ് cosec square y minus 1. That is equal to -1 divided by cosec y പകരം x ഇടുക. x into root of x square minus 1.
അപ്പൊ കൊസീക് ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ബൈ ഹാർട്ട് ചെയ്യുന്ന ഫോർമുല d by dx of cosec inverse x equal to d by dx of cosec inverse x equal to minus 1 divided by x into root of x square minus 1. ഈ മൈനസ് ഇല്ലാത്ത ആൻസർ ആണ് സീക്ക് ഇൻവേഴ്സിന് കിട്ടുക. അപ്പൊ ഇനി അത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ മൈനസ് ഉണ്ടാവില്ല സീക്ക് ഇൻവേഴ്സിന്റെ നോക്കാം. അപ്പൊ കൊസീക് ഇൻവേഴ്സിന്റെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് 1 ഡിവൈഡ് ബൈ x into root of x square minus 1. Last one, sixth one, derivative of sec inverse x with respect to x. Let y is equal to sec inverse x. Differentiating, sorry, number x equal to what? Y equal to sec inverse x, x equal to sec y. Differentiating with respect to x. dx by dx equal to d by dx of sec y. Hello, പറയൂ. That is 1 is equal to sec y നെ x1 ഡിഫറൻഷ്യറ്റ് ചെയ്യുമ്പോൾ sec ന്റേത് sec into tan. അപ്പോൾ sec y into tan y into y ന്റേത് dy by dx. Therefore, ഇതൊന്ന് dy by dx equal to ഈ 1 ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 by sec y into tan y. നമുക്ക് ഈ ആൻസറിനെ എക്സിലേക്ക് തന്നെ എത്തിക്കണം. കാരണം സീക്ക് ഇൻവേഴ്സ് എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ആൻസർ എക്സ് തന്നെ കൊണ്ടുപോയി വെക്കാം. അതിന് നമ്മളെ കയ്യിലുള്ള എക്സ് ആരാ? സീക്ക് വൈ ആ. അത് ഇവിടെ ഉണ്ട്. ഇത് ഒന്നും ചെയ്യേണ്ടത് ഇവിടെ നിൽക്കട്ടെ. ഈ ടാൻ വൈനെ സീക്ക് വൈയിലേക്ക് മാറ്റണം. അതിന് ഐഡന്റിറ്റി ഉണ്ട്. ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സി സ്ക്വയർ തീറ്റ മൈനസ് 1 ആണ്. അപ്പൊ ടാൻ തീറ്റ റൂട്ട് ഓഫ് സി സ്ക്വയർ തീറ്റ മൈനസ് 1 ആണ്. അപ്പൊ ഈ ടാൻ വൈക്ക് പകരം സീക്ക് വൈ ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ വെക്കുക. ടാൻ വൈക്ക് പകരം റൂട്ട് ഓഫ് sec square y minus 1. ആ sec y ക്ക് പകരം x എഴുതാം. 1 by sec y ക്ക് പകരം x എഴുതുമ്പോൾ x into root of c square y എന്ന് പറയുമ്പോൾ x square. നോക്ക് നിങ്ങള് cosec inverse x ന് കിട്ടിയ ആൻസറിന്റെ ഈ മൈനസ് ഇല്ലാത്ത ആൻസർ ആണ് sec inverse ന് കിട്ടുന്നത്. സോ ഫോർമുല d by dx of sec inverse x അഥവാ ഡെറിവേറ്റീവ് ഓഫ് sec inverse x with respect to x. Answer is 1 by x in the root of x square minus 1. അപ്പോൾ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് നമ്മൾ ഡിറൈവ് ചെയ്തു. അതൊരു ഫോർമുല ആയിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കണം. ഒന്ന് d by dx of sin inverse x എന്തായിരുന്നു? 1 by root of 1 minus x square. 2 d by dx of cos inverse x. നേരത്തെ കിട്ടിയ sin inverse ന്റെ ഒരു മൈനസ് കൊടുത്താൽ മതി. അപ്പൊ രണ്ടെണ്ണം വെക്കാൻ എടുപ്പല്ലേ? രണ്ടെണ്ണമായി. തേർഡ് വൺ d by dx of tan inverse x. 1 by root ഒന്നുമില്ല, 1 plus x square. Then fourth one d by dx of cot inverse x equal to minus 1 by 1 plus x square. d by dx of cot inverse x equal to minus 1 divided by 1 plus x square. d by dx of sec inverse x equal to 1 by x into root of x square minus 1. And sixth one d by dx of cosec inverse x equal to minus 1 divided by x into root of r inverse trigonometric functions in the derivatives. Sin inverse x into the 1 by root 1 minus x square, cos inverse into the നേരെ minus, tan inverse into 1 by 1 plus x square, cot inverse ആകുമ്പോൾ അതിന്റെ minus, sec inverse into 1 by x into root of x square minus 1, cosec inverse അതിന്റെ നെഗറ്റീവ്. മൂന്നാൾക്ക് മൈനസ് ഇല്ല, മൂന്നാൾക്ക് മൈനസ് ഉണ്ട്. മൈനസ് ഇല്ലാത്ത 3 പേര് സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്. ഈ 3 പേരുടെ ഗ്രാഫ് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അത് അതിന്റെ ഡൊമൈനിൽ ഇൻക്രീസിങ് ഷേപ്പ് ആയിരിക്കും. എക്സ് കൂടുമ്പോൾ വൈ കൂടുന്ന കേസ് ആയിരിക്കും. ആ ഡീറ്റെയിൽസ് നമ്മൾ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സിൽ ചർച്ച ചെയ്യും. ഡെറിവേറ്റീവ്സ് വെച്ചുകൊണ്ട് ഇൻക്രീസിങ് ഡിക്രീസിംഗ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന തിയറി ഉണ്ട്. ഓക്കെ, കോസ് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സിന് 3 പേർക്കും മൈനസ് ഉണ്ട്.
അപ്പൊ സിയിൽ തുടങ്ങുന്ന 3 ആൾക്കാണ് മൈനസ് എന്ന് ഓർത്താൽ കുറച്ചുകൂടി നമുക്ക് അത് ഓർത്ത് വെക്കാം. കോസ് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, കോസെക് ഇൻവേഴ്സ്. ഈ 3 പേരുടെ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 3 പേരുടെ ഗ്രാഫും അതിന്റെ ഡൊമൈനിൽ ഡിക്രീസിങ് ഷേപ്പ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സ് കൂടുമ്പോ വൈ കുറയായിരിക്കും. ഇൻവേഴ്സിന്റെ ഡിസ്കഷൻ നമ്മൾ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ ഡെറിവേറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. പ്ലാൻ ഡെറിവേറ്റീവ് ഒക്കെ പഠിച്ചത്. ഇതാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് ഫോർമുല ഡിറൈവ് ചെയ്തു. ഇനി ഇത് വെച്ചുകൊണ്ട് ഇവർ ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ ക്ലാസ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഫോർമുല നന്നായിട്ട് ഡിറൈവ് ചെയ്ത് പഠിക്കുക. അതോടൊപ്പം ഇത് ബൈ ഹാർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, വി ഷാൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.